സുവിശേഷ വയലിലെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് സധൈര്യം മുന്നേറുന്ന മിഷണറി വൈദികൻ. ഇത് ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്തെ മെറുവിൽ 11 വർഷത്തോളമായി ഇടവക സേവനവും ധ്യാന ശുശ്രൂഷകളുമായി സേവനം ചെയ്യുന്ന തൃശൂർ സ്വദേശി ഫാദർ ജോയി ചിറയത്ത് CMI. ആഫ്രിക്കൻ മിഷനിലെ ഫിയാത്ത് മിഷന്റെ ശുശ്രൂഷകളോട് ചേർന്ന് സേവനം ചെയ്യുന്ന ഈ വൈദികൻ തന്നെ വഴി നടത്തുന്ന കർത്താവിന്റെ കരുതലിനെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. അധികമാരും ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യപ്പെടാത്ത ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിലധികമായി ശുശ്രൂഷ ചെയ്യുന്ന CMI സഭയുടെ കോയമ്പത്തൂർ പ്രൊവിൻസിലെ അംഗമായിട്ടുള്ള ജോയി അച്ഛനാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അച്ഛൻ തുടരുകയാണ്. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇഷ്ടമില്ലാതെ കെനിയയിലേക്ക് പോയതും വീണ്ടും തിരിച്ചു വന്നതും, എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും പ്രചോദിപ്പിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ തുടരുമ്പം അച്ഛാ, ഏകദേശം 6-7 വർഷത്തോളം അവിടെ ഒരു ഇടവകയിൽ സേവനം ചെയ്യാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു ഇടവകയിൽ നമ്മുടെ വൈദിക ചെയ്യുന്ന ശുശ്രൂഷകളെന്ന് ചുരുക്കി ഒന്ന് വിവരിക്കാമോ? മേറു രൂപതയിൽ, കെനിയയിലെ മേറു രൂപതയിലാണ് ഞാൻ ചെന്നത്. അവിടെ മിക്കുംബൂനെ എന്ന് പറയുന്ന ഇടവകയിലായിരുന്നു 7 വർഷത്തോളം. എൻ്റെ കൂടെ ഫാദർ ജോർജ് പുത്തഞ്ചിറ എൻ്റെ സീനിയറായിട്ട് അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരുമായിരുന്നു ആ ഇടവക നോക്കിയിരുന്നത്. ഏകദേശം 7 ലോക്കൽ സ്റ്റേഷൻസ് ആ പള്ളിക്ക് കീഴിലുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ നമ്മൾ വിശുദ്ധ ബലി എല്ലായിടത്തേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, 2 പേരുള്ളത് കൊണ്ട്. പക്ഷെ ഒരുമാതിരി സൺഡേസിൽ നമ്മളെല്ലാം കവർ ചെയ്യും. അത് കഴിഞ്ഞ് ഇട ദിവസങ്ങളിൽ 1-2 സ്റ്റേഷനിൽ നമ്മൾ പോയി ദീപബലികൾ അർപ്പിക്കും. അപ്പോൾ ദീപബലി അതുപോലെ തന്നെ അവിടുത്തെ ജനം സൺഡേസിൽ അവർക്ക് സൺഡേ ദൈവത്തിനുള്ള ദിവസമാണ്. അപ്പോൾ സൺഡേയിലാണ് അവർ മെയിനായിട്ടും പള്ളിയിൽ വരുന്നതും കാര്യങ്ങൾ വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾക്കൊക്കെ കൂടുതൽ അവർ ആഭിമുഖ്യം കാണിക്കുന്നത് സൺഡേസിലാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ഇടവകയിൽ വിശുദ്ധ ബലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീട് സന്ദർശനം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഒത്തിരി ഒരു ഇടവക ഒത്തിരി വൈഡാണ്, ഒത്തിരി കിലോമീറ്ററുകൾ. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് റോഡുകളൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ വീടുകളിലേക്കൊക്കെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ആ വഴികളൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വാഹനമൊക്കെ എവിടെയെങ്കിലും ഇട്ട് നമ്മൾ നടന്നു പോകേണ്ടി വരും. ഒരിക്കലും ഒരു കുന്നിൻ്റെ മുകളിലൊരു ഭവനം ഞാൻ ബ്ലസ് ചെയ്യാൻ പോയത് ഓർക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ ടയേർഡായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം, അത് കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞ് പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് അവിടെ ഇടവകയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൗസ് ബ്ലെസ്സിങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലാറ്റിൻ രൂപതയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഫ്യൂണറൽസും ഉണ്ട്, എല്ലാം ഉണ്ട്. വിവാഹങ്ങൾ, ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മളിപ്പോഴുള്ളൊരു കൾച്ചറല്ല. അവിടെ വിവാഹം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം അവർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്, ഇനി കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ കൾച്ചർ പോലത്തെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ട്രഡീഷൻ. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞു കൊടുക്കും, അവർക്ക് കൂടുതലായിട്ടുള്ള നമ്മളുടേതായ കാറ്റഗിസം ക്ലാസ്സിൽ അങ്ങനെ അവർ അതിനോടൊക്കെ ആഭിമുഖ്യം കാണിച്ചെന്ന് കല്യാണം കുഞ്ഞുങ്ങളാകുന്നതിന് മുൻപ് ഫ്രഷ് മാരേജ് വരുന്നുണ്ട്. അവർ ആഗ്രഹിച്ച് അവർ പറഞ്ഞ് ഞങ്ങളിനി കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും അവരുടെ കൾച്ചർ ഓറിയൻറ്റഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കോർട്ട്ഷിപ്പൊക്കെ ഉണ്ട് അവർക്ക്. കോർട്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കഴിയുന്നതും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നതും വിവാഹത്തിന് മുൻപ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേറൊരു കൾച്ചറിലാണ് അവരുടേതായ. എങ്കിലും നമ്മൾ അത് കഴിഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ നിന്ന് അവരെ നമ്മൾ വിവാഹം കഴിപ്പിക്കും. ഒരിക്കലും ഒരു അമ്മച്ചി കിഡ്നി ഫെയിലിയറായിട്ട് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. ആ സഹോദരി മരിക്കാൻ പോകുന്നു. എന്ന് വെച്ചാൽ അവർ ഈ വിവാഹം എന്ന കുദാശ അവർ സ്വീകരിച്ചിട്ടില്ല, മക്കളുള്ള ഫാമിലി. പക്ഷെ ഞാൻ ആളോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ഡിലേ ചെയ്യുന്നത്? കാരണം തങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ സാക്രമെൻറ്റ്, വിവാഹമെന്ന്. കാരണം അത് അലൗഡാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അവർക്ക് കാറ്റഗീസൊക്കെ കൊടുത്തു, അതുപോലെ തന്നെ ടീച്ചിങ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളുടെ സഭയുടെ എല്ലാ നിയമപ്രകാരം അവർക്ക് വിവാഹമെന്ന കുദാശ കൊടുത്ത് 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സാക്രമെൻറ്റ്സ്
സ്വീകരിക്കുവാനായിട്ടുള്ള അവരുടെ ഇത്. അപ്പോൾ ഇടവകയിലുള്ള പ്രവർത്തനങ്ങൾ സാധാരണ ഏറെക്കുറെ നമ്മളിവിടെ ചെയ്യുന്നത് മാതിരിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, നമ്മളിവിടുത്തെ ഒരു ഇടവക രീതിയൊന്നും അല്ല, മറിച്ച് വലിയ ഇടവകൾ, കുടുംബങ്ങൾ കുറച്ചായിരിക്കാം, പക്ഷെ ഒത്തിരി വലിയ ഇടവകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജോലി അത്ര എളുപ്പമുള്ളതല്ല എന്ന് വ്യക്തമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു അച്ഛനൊരു ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ അവിടെ ചെയ്യുന്നത്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ദൈവിക ദർശനം. അപ്പം അതുമൂലം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം കർത്താവ് എനിക്കത് തന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് രൂപതയുടെ തന്നെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, സെൻറ്റ് മൈക്കിൾ റിട്രീറ്റ് സെൻറ്റർ. അപ്പോൾ അവിടെയാണ് എൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ മിനിസ്ട്രിയുടെ തുടക്കങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് അവരെന്നെ വിളിക്കുമായിരുന്നു, അച്ഛ ഇടയ്ക്ക് വരണം, സഹായിക്കണം, അതുപോലെ തന്നെ ഞങ്ങളുടെ മിനിസ്ട്രികൾ സഹായിക്കണം. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഇടവകയിൽ നിന്ന് തന്നെ അവിടെ പോയിരുന്നു, അങ്ങനെ അവിടുത്തെ മിനിസ്ട്രികൾ ചെയ്തിരുന്നു. അങ്ങനെ അതുകൂടാതെ എൻ്റെ ഇടവകയിൽ, ഞാനായിരിക്കുന്ന ഇടവകയിലും മിനിസ്ട്രി തുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ എല്ലാ ബുധനാഴ്ചകളിലും എൻ്റെ ഇടവകയിലാണ് ആദ്യത്തെ മിനിസ്ട്രികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നമ്മുടെ കാത്തലിക്സ് മാത്രമല്ല, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ആംഗ്ലിക്കൻസ് ഉണ്ട്, മെത്തഡിസ്റ്റ് ഉണ്ട്, അതുപോലെ പലതരം ഡിനോമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ബുധനാഴ്ചത്തെ പ്രാർത്ഥന ഞാൻ പള്ളിയിൽ വെച്ചപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ പിന്നെ വകഭേദമൊന്നുമില്ല, ആർക്കൊക്കെ അനുഗ്രഹം വേണം അവരൊക്കെ വന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു സംരംഭമായിട്ട് മാറി. കാരണം ജനം കേട്ടറിയാൻ തുടങ്ങി, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, വ്യക്തികൾക്ക് പേഴ്സണലായിട്ട് ദൈവത്തിൻ്റെ കൃപകൾ കിട്ടുന്നു, അനുഗ്രഹങ്ങൾ കിട്ടുന്നു, രോഗശാന്തി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ബന്ധപ്പെടുത്തി അവർ വരുവാൻ തുടങ്ങി. അപ്പോൾ ഇടവകയുടെ കൂടെ ഇത് ചേർത്ത് മുന്നോട്ട് പോയി. ഒരു 7 വർഷത്തോളം അങ്ങനെ പോയി. അച്ഛാ, ഈ പറയുന്ന ഒരു ഇടവകയിലൊരു ബുധനാഴ്ച ശുശ്രൂഷ, നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനമുണ്ട്, ധ്യാനങ്ങളൊക്കെ നമുക്ക് വളരെ ഫെമിലിയറാണ്. പക്ഷേ ആ നാടുകളിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം എങ്ങനെയാണ് അത് അവർ സ്വീകരിച്ചത്, എങ്ങനെയാണ് ഏറ്റെടുത്തത്, അതുമൂലം അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അച്ഛന് പേഴ്സണലായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഉള്ളതായിട്ടുണ്ടോ? ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഈശോ ശരിക്കും ഇടപെട്ട്. കാരണം ഈശോ ഈ മിനിസ്ട്രി കർത്താവ് വളരണമെന്ന് ആഗ്രഹിച്ചു. കാരണം അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ജീവിത രീതികൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെയല്ല. അവിടുത്തെ നാടെന്ന് പറയുമ്പോൾ വിച്ച് ക്രാഫ്റ്റുണ്ട്, കൂടോത്രം, മന്ത്രവാദം, ഇതൊക്കെ ഇതിൻ്റെ കോട്ടകളാണ്. പല കുടുംബങ്ങളിലും ഇത് പരമ്പരാഗതമായിട്ട് സ്വീകരിച്ചുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ രോഗങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളിലെ മരണങ്ങൾ, അതുപോലെ ഒത്തിരിയേറെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു മേഖലയിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഈ മിനിസ്ട്രി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവ് വരുന്നവർക്കൊക്കെ രോഗസൗഖ്യം കൊടുത്തു. അതിലൊരു വലിയൊരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ നമ്മുടെ കത്തോലിക്കല്ല, വേറൊരു ഡിനോമിനേഷൻപ്പെട്ട ഒരു അമ്മച്ചി ഒരു മകളെ കൊണ്ടുവന്നു. ഈ മകൾ 2 വർഷമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. വാ തുറന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് സ്വരം വരത്തില്ല. അങ്ങനെ ഇവർ പല ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി, ഡോക്ടേഴ്സിനെ കാണിച്ചു. നൈറോബിയിലുള്ള കെനിയാറ്റ വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുപോലെ പല ഹോസ്പിറ്റൽ കാണിച്ച് ഈ മകൾക്ക് രോഗസൗഖ്യം കിട്ടിയില്ല. അവർ മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ സ്വരം വീണ്ടും പഴയ രീതിയിലായില്ല. അങ്ങനെ ഈ അമ്മച്ചി അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടു. കാരണം ഞാൻ പറഞ്ഞല്ലോ 25 കിലോമീറ്റർ ചുറ്റളവല്ലേ. അപ്പോൾ ഈ അമ്മച്ചി വരുന്നത് വേറെ ചർച്ചാണെങ്കിലും നമ്മളുടെ ഒരു ലോക്കൽ ചർച്ചിൻ്റെ അടുത്തുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടറിഞ്ഞ് ഈ അമ്മച്ചി മകളെ കൊണ്ടുവന്നു പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അവർക്ക് ക്ലാസ്സുകൾ നടത്തുന്നു. അതുകൂടാതെ വിശുദ്ധ ബലിയുണ്ട്, ആരാധനയുണ്ട്. എല്ലാ ആരാധനയ്ക്ക് ഇടയ്ക്കാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ ഇടപെട്ട നിമിഷമാണ്. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇത് അസുഖം എന്താണെന്ന്, നമുക്കൊന്നും അറിയില്ല. അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മകള് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ്, അതും പള്ളിയിൽ വെച്ചല്ല, തിരിച്ചു പോകുന്ന സമയത്ത് ഈ മകൾക്ക് ഈ പോയ സ്വരം തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞ് അമ്മച്ചി വളരെ സന്തോഷമായി. കാരണം 2 വർഷത്തോളമായിട്ട് ഈ അമ്മ സഫർ ചെയ്യായിരുന്നു മകളെക്കുറിച്ച്. പക്ഷേ ഇത് വലിയൊരു അത്ഭുതം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അടുത്ത് വരുന്ന ആ ഞായറാഴ്ചയിൽ അവിടെ അടുത്തുള്ള ലോക്കൽ ചർച്ചിൽ കുർബാൻ്റെ ഇടയ്ക്ക് ഈ അമ്മച്ചി പറഞ്ഞു, എനിക്ക് ജനത്തോട് പറയണം ഈശോ പ്രവർത്തിക്കുന്നു, ഈശോ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യം അമ്മച്ചി അവിടെ വന്ന്
ഈ ദൈവജനത്തോട് പറയുകയും അപ്പോൾ നമ്മൾ വേറെ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഇവിടെ ധ്യാനങ്ങൾ നടത്തുന്നു. പക്ഷേ ജനം കേട്ടറിഞ്ഞ് വരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണ്. അങ്ങനെയാണ് ആ മിനിസ്ട്രി അവിടെ വളർന്നു വന്നതും അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ, കൃപകൾ മക്കൾ സ്വീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇടവകയിൽ അത് തുടങ്ങിയത്. ഇത് കഴിഞ്ഞപ്പോൾ അത്രയേറെ നമ്മുടെ രീതിയിൽ, ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ഒത്തിരി കരിസ്മാറ്റിക്കുണ്ട്, പക്ഷേ അവിടെ ഒന്നും അത്ര കരിസ്മാറ്റിക്കൊന്നും, പക്ഷേ അവർ കരിസ്മാറ്റിക് മൂഡാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഡാൻസ് കളിക്കാൻ അവരോട് പറയുന്നു, ഡാൻസ് കളിക്കും, പാട്ട് പാടാൻ പറയൊന്നും വേണ്ട, കൈയടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പറഞ്ഞ് കൈയടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ കൈയടിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനമാണ്. പക്ഷേ അവരുടെ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ ദൈവത്തിൽ അടുക്കുവാനായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒത്തിരി ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കലും ബിഷപ്പ് വന്നിട്ട് അടുത്ത കമ്മ്യൂണിറ്റിയിൽ, സിസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞു, ഇങ്ങനെ അവിടുത്തെ മിനിസ്ട്രിയെക്കുറിച്ച് കേട്ട് അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു, നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ സപ്പോർട്ടായിരുന്നു, ബിഷപ്പ് പോലും സപ്പോർട്ടായപ്പോൾ പിന്നെ അങ്ങനെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് അവിടെ പോയിരുന്നു. ഉറപ്പായിട്ടും ഇങ്ങനെ അച്ഛൻ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, നമ്മളായിട്ട് പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. നമ്മൾ ഈശോയുടെ ജീവിതത്തെപ്പറ്റി കാണുമ്പോഴും ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതോ ഈശോ പ്രസംഗിച്ചോ ഒന്നും ആരും പബ്ലിസിറ്റി കൊടുത്തില്ല. പക്ഷേ കേട്ടവർ എന്നാണ് പറയുന്നത്. വാമൊഴിയായിട്ട് ആൾക്കാരിലൂടെ അത് പ്രചരിച്ചു എന്ന് പറഞ്ഞ പോലെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ പോലെ ആൾക്കാർ കേട്ടവർ അനുഭവിച്ചവർ പറഞ്ഞ് അതൊത്തിരി നന്മയായിട്ട് മാറുകയാണ് ചെയ്തത്. അത് ഉറപ്പായിട്ടും അച്ഛൻ അനുഭവിച്ച കാര്യമാണ്. അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു അച്ഛനെ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്നത്. എന്തൊക്കെ ശുശ്രൂഷയാണ് ഇപ്പം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ധ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത്? അതിനുശേഷം നമ്മൾ വേറൊരു സ്ഥലത്ത്, ഈ രൂപതയിലല്ല, വേറൊരു രൂപത, ഞേരി ആർച്ച് ഡയസിസിലേക്ക് അവിടെ നമുക്കൊരു സ്ഥലം രൂപത തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുക. അവിടെ ധ്യാനകേന്ദ്രം, അവിടുത്തെ പ്രൊഫഷണാളച്ചൻ അവിടുത്തെ പറഞ്ഞു, നമുക്കൊരു ധ്യാനകേന്ദ്രം തുടങ്ങാം, അങ്ങനെ അവിടെ ധ്യാനകേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ചാപ്പൽ ആദ്യമായിട്ട് പണിതു. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. കാരണം ഞാൻ അറിയപ്പെടാത്തൊരു നാട്ടിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ അടുത്തൊന്നുമല്ല, 100-150 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ ചെല്ലപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ പറയാൻ കാരണം, ആ സമയത്ത് എനിക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന ആരും ഉണ്ടാകില്ല, ഈ ഡയസിസിലെ പോലെ. ഇവിടെയാണെങ്കിൽ കുറേ പേരൊക്കെ അറിയും, കുറേ പേര് പ്രാർത്ഥിക്കാൻ വരുന്നു, അപ്പോൾ അതൊക്കെ അവർ അറിയുന്നവരാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാത്തൊരു നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ രൂപത, നമ്മുടെ ആദ്യമായിരുന്ന സ്ഥലത്ത് രൂപത ധ്യാനം നടക്കുമ്പോൾ ഞാനിങ്ങനെ കാര്യം ഷെയർ ചെയ്തു. ഞാനിങ്ങനെ ഇവിടെ നിന്ന് മാറുകയാണ്, ഇടവകയിൽ നിന്ന് മാറി ഞേരി നറുമോറ എന്ന് പറയുന്ന ഞങ്ങളുടെ കാർമൽ ഗാർഡൻ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാറുകയാണ്. ചാവറ റിന്യൂവൽ സെൻ്റർ എന്നാണ് അത് ഫുൾ നെയിം. അപ്പോൾ അങ്ങോട്ട് ഞാൻ മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ധ്യാനത്തിലുണ്ടായിരുന്ന ഒരു ബ്രദർ ഈ സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ആ ബ്രദർ നല്ലൊരു പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കരിസ്മാറ്റിക് ആ രീതിയിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദറായിരുന്നു. കാരണം അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, അത് റിട്ടയർഡായി. പിന്നെയുള്ള കാലം ദൈവത്തിന് പ്രഘോഷിക്കണം അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ. ആൾ പറഞ്ഞു, ഫാദർ ഞാൻ അവിടെ നിന്ന് വരുന്നതാണ്, അച്ഛൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകുമെന്ന് പറയും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. ദൈവം ഇടപെടാതെ അങ്ങനെയൊന്നും നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയേറെ കൂടുതൽ കാര്യങ്ങൾ പുള്ളി ആ ശുശ്രൂഷ മേഖലയിൽ ഇൻഡർസെസേഴ്സിനെ ലീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കാനായിട്ട്, ആൾക്കാരെ വിളിച്ചു കൂട്ടുവാനായിട്ട്. അപ്പോൾ അറിയപ്പെടാത്ത നാട്ടിലേക്ക് പോകുമ്പോൾ അതിന് മുൻപ് തന്നെ ദൈവം നമ്മൾ ഒരുക്കി, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഒരാളെ കണക്ട് ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് നറുമോറോ എന്ന് പറയും, നറുമോറോ ഞേരി ഡയസിസ് ആണ്, കാർമൽ ഗാർഡൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ചാവറ റിന്യൂവൽ സെൻ്ററാണ്. വെല്ലുവിളികളേറെയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറെ തീഷ്ണതയോടെ ഈ വൈദികൻ സേവനം ചെയ്യുന്നു. കാലഘട്ടത്തിനൊത്ത പുതിയ ശുശ്രൂഷകൾ നിർവഹിച്ച് ഈ ജനതയ്ക്ക് നന്മയാകുന്നു. കർത്താവിൻ്റെ സംരക്ഷണം ഈ വൈദികന് കരുത്താകുന്നു. അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൻ്റെ ഒരു മേഖലയിലൊക്കെ കടന്നു വരുന്നു. ഒത്തിരി അച്ഛന്മാരുണ്ടാകാം, സിസ്റ്റർമാരുണ്ടാകാം, നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാം കമ്മിറ്റ്മെൻ്റൊക്കെ എടുത്ത് അൽമാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കടന്നു വരാറുണ്ടോ? മലയാളികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് അച്ഛനെ സഹായിക്കുന്നുണ്ടോ? അൽമാർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ ഫിയാത്ത് മിഷണറീസ് സിറ്റ്ലി ബ്രദർ വഴിയായിട്ട് ഒത്തിരി സിറ്റ്ലി ബ്രദർ ഇനീഷ്യേറ്റീവിൽ നമ്മൾ അവർ തന്നെയാണ് ടിക്കറ്റ് ഇതൊക്കെ പേ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഇനീഷ്യേറ്റീവിൽ അവിടെ ഞാൻ ആദ്യമായിരുന്ന ആ രൂപതയിൽ ധ്യാനകേന്ദ്രത്തിലേക്കും അതുപോലെ എൻ്റെ ധ്യാനകേന്ദ്രത്തിലേക്കും അവർ ഒരുമിച്ച് വിടുമായിരുന്നു.
അപ്പോൾ അവർ അവിടെ വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. അവരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അവർ 3 മാസത്തേക്കാണ് അവർ വരിക. അതിനുള്ള കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം വിസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ 3 മാസത്തെ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് ഈ ആദ്യമായിരുന്ന സെൻറ്റ് മൈക്കിൾ റിട്രീറ്റ് സെൻറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ കമൽ ഗാർഡനിലേക്കും അവർ ഇവിടെ നിന്ന് വിടുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അനി ജോസഫ് ആലപ്പുഴയിൽ നിന്നുള്ള ബ്രദർ, അവരുടെ ഫാമിലി, മഞ്ജു ചേച്ചിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ വരുന്നത്. അതുപോലെ ആൻറ്റി ബ്രദർ, അതുപോലെ ജിബി, അതുപോലെ കുറേ ബ്രദേഴ്സ് അവിടെ വന്നു പോയിട്ടുണ്ട്. അവർ 3 മാസത്തേക്ക് വരും, അവർ സഹായിക്കും. അപ്പോൾ അവർ മാധ്യസ്ഥ പ്രാർത്ഥന അവർ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പ്രീച്ച് ചെയ്യാൻ, അവിടുത്തെ പ്രീച്ചിങ് മെയിനായിട്ട് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന നമ്മുടെ ബ്രദേഴ്സ് വരികയാണെങ്കിൽ അവർ ഇംഗ്ലീഷിൽ അവർക്ക് പ്രീച്ച് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവർ അല്ലാത്തവർ മലയാളം നമുക്കറിയാം, അവർ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവരുടെ ഒരു കൂട്ടായ്മ. മലയാളികളെപ്പോഴും ഇപ്പോൾ കൊറോണ കാരണം കുറച്ച് ബ്ലോക്ക് വന്നിരിക്കുകയാണ്, പക്ഷേ എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ ഒത്തിരി പേര് നമ്മുടെ അവിടെ വന്ന് നമുക്ക് വേണ്ടി സഹായിക്കുവാനും അവർ ശുശ്രൂഷിക്കുവാനും, അതുപോലെ തന്നെ ഈ അടുത്ത് കൊറോണ കാലത്ത് പോലും ഒരു ബേസിൽ ബ്രദർ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി ബ്രദേഴ്സ് നമ്മളെ സഹായിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് വരുന്നുണ്ട്. അച്ഛാ, നമുക്കറിയാം ഓരോ ക്രൈസ്തവനും വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒത്തിരി പേരെ നയിക്കുന്നവരാണ് വൈദികരും. അപ്പം അച്ഛൻ്റെ ജീവിതത്തിൽ, ഒരു വൈദികൻ എന്ന രീതിയിൽ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ച വിശുദ്ധരെ പറ്റിയൊക്കെ, നമ്മുടെ വിശുദ്ധർ നമുക്കറിയാം ഒത്തിരി വിശുദ്ധരുണ്ട്, അവരിൽ ഏതെങ്കിലുമൊക്കെ വിശുദ്ധരുടെ ജീവിതം അച്ഛനെ തൊട്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ള വിശുദ്ധരുണ്ടോ? വിശുദ്ധർ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകതയാണ്. വിശുദ്ധരെ വിളിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഡെലിവറൻസ് ഹീലിംഗ് മിനിസ്ട്രിയാണ്. അപ്പോൾ ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിടുതൽ ശുശ്രൂഷ, അപ്പോൾ അതിന് നമുക്ക് ഇവരുടെ ഹോളി പീപ്പിളിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവരൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുക. സെമിനാരിയിൽ പ്രവേശിച്ചതിന് ശേഷം, അതിനു മുൻപ് എന്നെ സംബന്ധിച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന എന്ന വീട്ടിൽ അപ്പച്ചൻ നിർബന്ധമാണ്. എത്ര ക്ഷീണിച്ച് വന്നാലും എത്ര ലേറ്റായി വന്നാലും ഇത് ചെല്ലാതെ കിടക്കുന്ന ഒരു പതിവില്ല. ഇത് ചെല്ലണം, അത് നിർബന്ധമാണ്, അത് വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങനെ അന്ന് കാലത്ത് വിശുദ്ധ അന്തോണീസ് പുണ്യാളനോട് പ്രത്യേകമായിട്ടുള്ളൊരു ഭക്തി ഉണ്ടായിരുന്നു. അന്തോണീസ് പുണ്യാളൻ പാട്ടൊക്കെ ഞാൻ പാടുമായിരുന്നു. വിശുദ്ധനായ അന്തോണീസ്, ആ പാട്ടൊക്കെ ഞാൻ പാടി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അവസരത്തിൽ എനിക്ക് സെൻറ്റ് ആൻ്റണീസിൻ്റെ പാതുവയിലേക്ക് പോകാൻ സാധിച്ചപ്പോൾ, റോമിൽ നിന്ന് പോയപ്പോൾ ട്രെയിനിൽ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ ഉറക്കെ പാടി, ഇതൊക്കെ ഉറക്കെ പാടി പോയത് ഞാൻ ഓർക്കുന്നു. അന്തോണീസ് പുണ്യാൾ നല്ലൊരു എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, അത്ഭുത പ്രവർത്തനങ്ങളും. അതുപോലെ തന്നെ സഭയിൽ വന്നതിന് ശേഷം ചവറപിതാവിനെ കുറിച്ച് എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. ചവറപിതാവ് പ്രാർത്ഥന നിരതനായിരുന്നു. പകൽ മുഴുവൻ ഒത്തിരിയേറെ ജോലികൾ ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ ഈ ആരാധനയുടെ മുൻപിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചാവറച്ചൻ ഒരു വലിയൊരു ഉണർവ് എന്നിലേക്ക് കടത്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുത്രേസ്യ പുണ്യവതി എപ്പോഴും എൻ്റെ നാവിന് തുമ്പിൽ എപ്പോഴും വരുന്ന ഒരു പേരാണ്. പലപ്പോഴും എൻ്റെ മിനിസ്ട്രികൾ, ഞാൻ ഏത് ധ്യാനമാണെങ്കിലും വീടുകളിലെ കുർബാനയാണെങ്കിലും ഏത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ഈ വിശുദ്ധരല്ല. ഇപ്പോൾ എവുപ്രാസിമയെ കുറിച്ച് ഒത്തിരി വാദോരാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒത്തിരിയേറെ കൃപകൾ കർത്താവിൽ നിന്ന് വാങ്ങിത്തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയുള്ള പവർഫുള്ളായിട്ടുള്ള മിനിസ്ട്രി ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ അത് നിർവഹിക്കുവാനായിട്ട് ഇവരുടെയൊക്കെ, പ്രത്യേകിച്ച് ചവറപിതാവിൻ്റെ, അന്തോണീസ് പുണ്യാളൻ്റെ, കൊച്ചുത്രേസ്യ എവുപ്രാസിമ, അതുപോലെ ഒത്തിരി വിശുദ്ധർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഈ മിനിസ്ട്രിയിൽ വരുന്നുണ്ട്. ഈ ഡെലിവറൻസ് അടക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടെ ഇവരൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഈ വൈദികന്റെ സേവനത്താൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം ദർശിക്കുന്നു. തിന്മയിൽ നിന്നും ക്രിസ്തു നൽകുന്ന വിമോചനം ഇവർ അനുഭവിക്കുന്നു. അതെ, ഇതുതന്നെയാണ് ഓരോ മിഷണറിയുടെ ജീവിതത്തെയും ധന്യമാക്കുന്നത്. ഉറപ്പായിട്ടും അച്ഛൻ പറഞ്ഞ വിശുദ്ധരെയൊക്കെ വളരെ ഒരു കണക്ഷനുണ്ട്. കാരണം അച്ഛൻ്റെ മേഖലയായിട്ട്, കാരണം അച്ഛൻ ധ്യാന മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആദ്യം പറഞ്ഞ രണ്ടുപേരും എനിക്കൊന്ന് ചാവറയച്ചനും അന്തോണീസ് പുണ്യാളനും പ്രീച്ചേഴ്സ് ആയിരുന്നു. വളരെ നാവ് തീയാക്കിയ മനുഷ്യരായിരുന്നു. ഇവരുടെ വാക്കുകൾക്കൊക്കെ അഗ്നിയായിരുന്നു. മൂന്നാമത് പറഞ്ഞ കൊച്ചുത്രേസ്യ അമ്മ ആഗോള മിഷൻ മധ്യസ്ഥയാണ്. അച്ഛനൊരു മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നാലാമത് പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്, പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. ഇവർ 4 പേരും അച്ഛൻ്റെ മേഖലയുമായിട്ട് എങ്ങനെയൊക്കെയൊക്കെ കണക്റ്റഡ് ആണ്. നടക്കുന്നെന്ന് വിശ്വസിക്കുന്ന
ഉറപ്പായിട്ടും വിശുദ്ധിയുടെ മാധ്യസ്ഥമൊക്കെ അച്ഛൻ്റെ മേഖലയിലൊക്കെ എപ്പോഴും ഉണ്ടെന്ന് അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ സ്പഷ്ടമാണ്. അപ്പോൾ അച്ഛൻ ഇത്രയും നാളുകളായിട്ട് സേവനം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അച്ഛനെ സ്പർശിച്ച ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അച്ഛൻ്റെ വിവിധ ശുശ്രൂഷ മേഖലകളിൽ. പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ഈ കാണുന്നവരുമായിട്ട് പങ്കുവയ്ക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന അനുഭവങ്ങൾ? 1-2 സംഭവങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. ഈ മിനിസ്ട്രിയിലേക്ക്, വിടുതൽ ശുശ്രൂഷയിലേക്ക് വന്ന തുടക്കത്തിൽ ആദ്യമായിരുന്ന രൂപതയിൽ അവർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. അന്നത്തെ മിനിസ്ട്രി ചൊവ്വാഴ്ചകളിലായിരുന്നു. ആ മിനിസ്ട്രി ചൊവ്വാഴ്ചയിൽ രാവിലെ 1-2 ടോക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി ആരാധന, അതുപോലെ പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഒരു അമ്മയും മകനും എൻ്റെ അടുത്ത് വന്നു. അമ്മ എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ ഇപ്പോഴും ഒത്തിരിയേറെ ഡൗൺ ആയിരിക്കുന്നു, ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല, ഒരു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ പഠനത്തിലൊക്കെ വളരെ മോശമാണ്. അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് ഈ അമ്മ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മകനോട് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. തുടക്കമാണ്, ഈ മിനിസ്ട്രിയുടെ തുടക്കത്തിൽ സംഭവിച്ചൊരു സംഭവമാണ്. ആദ്യത്തെ സംഭവം എന്നേ പറയാം, ആദ്യത്തെ വിടുതൽ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഈ മകനെ ഞാൻ ചാപ്പലിൽ കൊണ്ടുപോയി. അവിടെ ആ രൂപതയുടെ ധ്യാന കേന്ദ്രത്തിൽ ചാപ്പലുണ്ട്, അവിടെ കൊണ്ടുപോയി ഈ മകന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ പറയുകയാണ്, അച്ഛാ എനിക്ക് രാത്രികളിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല, എന്തോ ഒരു സ്വപ്നം പോലെ, എന്തോ ഒരു രൂപം, ഒരു ഡാർക്ക് ഫിഗർ, അങ്ങനെ പറഞ്ഞ ഒരു അന്ധകാര രൂപം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അത് ആക്രോശിക്കുന്നു, അതുപോലെ തന്നെ എന്നെ ഹിറ്റ് ചെയ്യുന്നു, ഇടിക്കുന്നു, അതുപോലെ തന്നെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഈ മകൻ പ്രകടിപ്പിക്കണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ഈശോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോ മകനെ സൗഖ്യപ്പെടുത്തും. അത് കഴിഞ്ഞ് ഞാൻ 15 മിനിറ്റ് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അന്ന് ഈ രീതിയിലുള്ള പ്രാർത്ഥനകളൊന്നും അറിയില്ലായിരുന്നു, കാരണം തുടക്കമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ നെറ്റീമ കൈവച്ച് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകുട ചാടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ ആ മകൻ പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്രൂശിത രൂപത്തിൽ നിന്ന് ഒരു ലൈറ്റ് എൻ്റെ നെറ്റീമിൽ വന്ന് അടിച്ചു, തട്ടി. അപ്പോഴാണ് അത് സംഭവിച്ചതെന്ന്. അപ്പോൾ അതൊരു വിടുതൽ ശുശ്രൂഷയായിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം, നമ്മൾ പറയില്ലേ, അവർ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി, ആ ഒരു പ്രകാശം വന്ന് അടിച്ചതുപോലെ ഈ മകനിൽ അതൊരു മാറ്റമായി. അത് കഴിഞ്ഞ് അമ്മച്ചനോട് പറഞ്ഞു, ഒത്തിരി മാറ്റമുണ്ട് അച്ഛാ, അത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മകൻ ഒത്തിരി മാറ്റം അവനിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തിനോട് ഇൻട്രസ്റ്റായി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇന്ന് ഞാൻ പറയുമ്പോൾ ഈ മകൻ അച്ഛനായി പഠിക്കുകയാണ്. അവൻ ഫിലോസഫിയൊക്കെ കഴിഞ്ഞ് ടാൻസാനിയയിൽ ഒരു സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ദൈവം തന്നൊരു സമ്മാനമാണ്. ആദ്യത്തെ വിടുതൽ ശുശ്രൂഷയിലെ ആദ്യത്തെ ഫ്രൂട്ട്, കൊച്ചുരേസി പുണ്യവതി പറയുന്നുണ്ട്, ആദ്യത്തെ സമ്മാനം എൻ്റെ സ്വർഗത്തിലെത്തി എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ഒരു ഫ്രൂട്ടാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒരു ദൈവം ക്രമപ്പെടുത്തിയ ഒരു സംഭവമായിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട്. അത് ആദ്യത്തെ അനുഭവം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ ഒരു വിടുതൽ ശുശ്രൂഷ, നമുക്കറിയാം സഭയെ വിമർശിക്കുന്നവരൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നൊരു മേഖലയാണ് നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു വിടുതൽ ശുശ്രൂഷയൊക്കെ. പക്ഷെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഡെലിവറൻസ് നടത്തുന്ന വൈദികരൊക്കെ ഒത്തിരി വെല്ലുവിളികൾ നേരിടാറുണ്ട്, ശാരീരികമായിട്ട് മാനസികമായിട്ട് ചുറ്റുപാടുകളിൽ നിന്നൊക്കെ. അപ്പം അച്ഛനെ സംബന്ധിച്ച് ഈ ഒരു ധ്യാനത്തിൻ്റെ മേഖലയിലൊക്കെ ആയിരിക്കുമ്പം എന്തൊക്കെ വെല്ലുവിളിയാണ് ഈ അപരിചിതമായ നാട്ടിൽ ഇത്തരത്തിലൊരു ഡെലിവറൻസ് പ്രെയറൊക്കെ നടത്തുന്ന ഒരു വൈദികൻ എന്ന രീതിയിൽ അച്ഛൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അവിടെ വെല്ലുവിളികൾ അധികം എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ മിനിസ്ട്രി ഒത്തിരി താല്പര്യമുണ്ട്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണമെന്ന് പറയുന്നു അവിടുത്തെ ജനം. അവിടെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബന്ധനത്തിൽ കഴിയുന്നവർ ബന്ധനത്തിൽ കിടന്നിട്ട് എന്താ കാര്യം? അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല, നശിച്ചു പോകുന്നല്ലാതെ അല്ലേ. അപ്പോൾ ഒത്തിരി ബന്ധനത്തിൻ്റെ മേലെ കഴിയുന്നവർ, ഈവൻ ഫാദേഴ്സ്, രൂപതയിൽ ഫാദേഴ്സ് പോലും ഡയറക്റ്റ് ചെയ്യും, ഇന്ന അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചോ എന്ന്. അപ്പോൾ അങ്ങനെ അവരും നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വിടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു നമ്മുടെ നാട്ടിൽ, പിന്നെ അത് ക്രിസ്ത്യൻ കൺട്രിയാണ്, അതിനാൽ തന്നെ നമുക്ക് വേറെ രീതിയിലുള്ള ത്രെട്ടുകളില്ല. അപ്പോൾ ക്രിസ്ത്യൻ കൺട്രി ആകുമ്പോൾ അതിൻ്റേത് അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതായതുകൊണ്ട് ജനം അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ വീടുകളിലൊക്കെ പോയിട്ട് കുർബാന ചൊല്ലുന്നു, വലിയ പ്രോബ്ലംസ് ഉള്ള. അപ്പോൾ ഇടവികാരി പറയും, അച്ഛനെ ക്ഷണിക്കും. അപ്പോൾ നമ്മൾ പോയി ഹീലിംഗ് മാസ് നടത്തും. അപ്പോൾ അതിലൂടെയൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്കറിയില്ല ഈശോ എങ്ങനെ പ്രവർത്തിക്കണേന്ന്. അതാണ് ഈശോയുടെ കഴിവ്. നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അവർ പറയുക, അച്ഛൻ വന്ന് അന്ന് വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ
അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ത്രെട്ടുകളില്ല, പക്ഷേ നമുക്ക് എത്തിപ്പെടാനുള്ള ചലഞ്ചുകളുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വീട് 100-150 കിലോമീറ്ററൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം, കാരണം അവർക്ക് എത്തിപ്പെടാനായിട്ടുള്ള വാഹന സൗകര്യങ്ങൾ അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചാണ്. പക്ഷേ അതിൽ തന്നെ ഇങ്ങനെയുള്ള മിനിസ്ട്രികൾ അവർ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള വികാരിയച്ഛനും അതുപോലെ തന്നെ രൂപതയിലെ ബിഷപ്പെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ വേണമെന്ന് പറയുന്നതാണ്. കാരണം ഇങ്ങനത്തെ മിനിസ്ട്രി, കാരണം ജനത്തിന് ഫ്രീഡം ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഞാൻ അനുഭവിച്ച ആളാണ് ഈശോ. അതുകൊണ്ട് ഇതൊരു തട്ടിപ്പാണെന്ന് പലരും വിമർശകർ ഒത്തിരി പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് സത്യത്തിൽ ഈശോ പ്രവർത്തിക്കുന്നതാണ്. കാരണം ആ ഒരു അനുഭവം, ദൈവിക അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് വിടുതൽ ശുശ്രൂഷ. ഒരിക്കലും ഒരു അമ്മച്ചി ഒരു മകളെയും കൊണ്ടുവന്നു. ഈ മകൾ എന്നും രോഗിയാണ്, എന്നും രോഗി. ഈ മകൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാനേ സമയമുള്ളൂ. അമ്മ മടുത്തു. അമ്മ പറഞ്ഞു മടുത്തു ഈ മകളെ കൊണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനം ഈ അമ്മച്ചി ഈ മകളെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്കറിയില്ല എന്ത് രീതിയിലുള്ള ബന്ധനങ്ങളാണ് കടന്നു വന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ വഴിക്ക് തൊട്ട് കഴിക്ക് ഈ കൊച്ച് അവിടെ വീണ് ഉരുണ്ടു. പിന്നെ ഒരു ഡിസ്റ്റർബൻസാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ട്. പോസസ്ഡ് അല്ല, പക്ഷേ എന്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഈ മകള് രോഗിയാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അതൊരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അത് ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിൻ്റെ ശക്തിക്ക് അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ മകൾ സൗഖ്യം പ്രാപിച്ചു. അത് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വന്ന് പറഞ്ഞു, എൻ്റെ മകൾ ഇപ്പോൾ ഓക്കെയാണ്, അവൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, അവൾക്ക് അവിടെ വീഴ്ചകളില്ല. അല്ലെങ്കിൽ എന്തു പറയും, ടീച്ചർ പറയും നിൻ്റെ മകൾ ഇവിടെ വീണ് കിടക്കണം, എടുത്തു കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, കൊണ്ടുവരും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ, ഒരിക്കലും ഇതൊരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉറപ്പായിട്ടും അച്ഛാ. അപ്പോൾ നമ്മൾ ഇത്ര നേരം അച്ഛൻ്റെ ഒത്തിരി അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. അച്ഛാ, ചുമ്മാ ഒന്ന് ആലോചിക്കുമ്പോഴേക്കും ഒരു കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സഭയിലെ CMI സഭയിലെ ഈ ഒരു കോയമ്പത്തൂർ പ്രൊവിൻസിലെ അംഗമായിട്ട് ഒരുപക്ഷെ അച്ഛൻ ഇവിടെ ഈ നാട്ടിൽ ഏതെങ്കിലും നല്ലൊരു ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യാമായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ കുടുംബാംഗങ്ങളുടെയൊക്കെ ഏകദേശം അടുത്തൊക്കെ എന്ന രീതിയിൽ ഒത്തിരി പേരുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി ജീവിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് അറിയില്ലാത്ത ഭാഷ പഠിച്ച് ആരാന്ന് പോലും അറിയില്ലാത്ത കുറേ ജനങ്ങളുടെ ഇടയിൽ അത്ര കണ്ട് അപരിചിതമായൊരു നാട്ടിൽ പോയി കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ, സങ്കടങ്ങൾ തോന്നിയിട്ടുണ്ടോ, വേണ്ടായിരുന്നു എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ അച്ഛൻ? അതോ ഇതൊക്കെയും ആദ്യകാലങ്ങളിൽ തോന്നിയിട്ടുണ്ട് എന്തിനു കയറിപ്പോകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റമായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ 2014 എനിക്ക് ന്യൂമോണിയ ബാധിച്ച് ഇന്നിപ്പോൾ കൊറോണ പോലെ തന്നെ ശ്വസിക്കാൻ പറ്റുന്നില്ല, വെൻറ്റിലേറ്ററിൽ ഒന്നുമില്ല. ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞു. അപ്പോൾ അതിനു മുൻപ് മലേറിയ വന്നിരുന്നു. അപ്പോൾ മലേറിയ മാറിപ്പോയി. പക്ഷേ അതിനുവേണ്ടി മലേറിയ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ് ഈ ന്യൂമോണിയ കയറി പിടിച്ചത്. എൻ്റെ ബോഡിയൊക്കെ തളർന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സൊക്കെ നോക്കി നിൽക്കുകയാണ്. ചെറിയ ഡോക്ടേഴ്സാണ്, അവർക്കും എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടുകൂടെ കഴിഞ്ഞു, ഇതോടുകൂടെ നമ്മളുടെ മിഷൻ പ്രവർത്തനം എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സംഭവമുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് അന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടർ, അപ്രതീക്ഷിതമായിട്ട് ഒരു നല്ല ഡോക്ടർ വേറെ സ്ഥലത്തുനിന്ന് ആളവിടെ എത്തിപ്പെടും. അപ്പോൾ ആൾ പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇതെന്താ അസുഖം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തന്നു. അങ്ങനെ ചെറിയൊരു മാറ്റം. അപ്പോൾ അന്ന് വിട്ടുപോകാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങിയതാണ്, ഇന്നത്തെ കൊറോണ പോലെ ശ്വാസം കിട്ടാതെ മരിക്കാനായിട്ട്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയ്ക്ക് ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. എനിക്കല്ല, എനിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈശോയ്ക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പോൾ അത് വലിയ ബോധ്യം കർത്താവ് എനിക്ക് നൽകി. ആ ബോധ്യത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സന്തോഷമാണ്. എനിക്ക് ഒത്തിരി വർഷം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി, ഈശോ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവിടെ ചെയ്യാനായിട്ട് വളരെ താല്പര്യമാണ്. ഉറപ്പായിട്ടും അച്ഛാ, നമ്മൾ ഇത്രയും നേരം അച്ഛനെ കേൾക്കുകയായിരുന്നു. നമ്മൾ ചോദിച്ചതും അച്ഛനോട് ഇത്തരത്തിൽ ഈ ഒരു ആഫ്രിക്ക പോലെയുള്ള ഒരു ഭൂഖണ്ഡത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ അവസാനം ചോദിച്ചതും. നമുക്കറിയാം ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന് ക്രിസ്തു ശിഷ്യർ തയ്യാറായില്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിശ്വാസം ഇന്ന് ലോകത്ത് പലയിടത്തും എത്തില്ലായിരുന്നു. ഇപ്പോൾ സഭയുടെ ആരംഭം മുതൽ ഈ മിഷണറി ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അച്ഛാ, ഒത്തിരി സന്തോഷമായിരുന്നു അച്ഛനോടുകൂടി ഈ സമയം മുഴുവൻ ചെലവഴിക്കാൻ സാധിച്ചതിൽ.
കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഒത്തിരി തീഷ്ണതയോടെ ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ സാധിക്കട്ടെ. സഭയുടെ നല്ലൊരു മകനായി വിശുദ്ധനായൊരു വൈദികനായിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അഭംഗുരം തുടരാനായിട്ട് സാധിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഞങ്ങളും പ്രാർത്ഥിക്കാം. താങ്ക് യു അച്ഛൻ. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.